ദൈവം നമുക്ക് തന്ന ഡയറക്ഷനില്ല. ഞാൻ പഠിച്ച ഒരു കാര്യം അതാണ്. അത് ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ ദൈവത്തോർത്ത് പഠിക്കേണ്ട കാര്യമില്ല. അത് വേറെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച് മാറണം. ഇൻഡസ്ട്രിയൽ കം ടു ജപ്പാൻ, ബിഗ് എക്സ്പോ 70, വലിയൊരു എക്സിബിഷനാണ്. അവിടെ വെച്ചാണ് ഈ സ്പൈസസിനെ പറ്റിയും സ്പൈസസ് എക്സ്ട്രാക്ഷനെ പറ്റിയും പഠിക്കുന്നത്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഡക്റ്റും 20 എംപ്ലോയീസുമായിട്ടാണ് ജേക്കബ് സാർ സിന്തേറ്റ് തുടങ്ങുന്നത്. അതിനുശേഷം പല പ്രോഡക്റ്റുകൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ വളർന്ന് ഇപ്പോൾ ഏകദേശം 2000 എംപ്ലോയീസും 500ഓളം പ്രോഡക്റ്റുകളും നമ്മളുടെ ബയോ ഇൻഗ്രീഡിയൻറ്റ് ഡിവിഷനിൽ തന്നെയുണ്ട്. ഇതിനോടനുബന്ധമായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും ഫാക്ടറികൾ തുടങ്ങി. വിദേശത്ത് ചൈനയിലും ബ്രസീലിലും അമേരിക്കയിലും ഫാക്ടറികൾ തുടങ്ങി. ഇങ്ങനെ പല സംരംഭങ്ങൾ ഏകദേശം 85ഓളം രാജ്യങ്ങളിലേക്ക് നമ്മളിപ്പം ഇവിടുന്ന് പലത് കയറ്റി അയക്കുന്നുണ്ട്. When I came to Kerala almost 30 years back, I was fortunate to be part of the spice extracts oleoresin industry. And when I look back, the kind of impact the oleoresin industry has done in the world, where we today command approximately 70 to 80% of the global market share, and the name C.V. Jacob and his company has actually been in the forefront and created that niche and helped continue Kerala as the spice capital of the world. ഞങ്ങൾ എംപ്ലോയീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പിതൃതുല്യനായിരുന്നു. തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ അനുഗ്രഹങ്ങളുടെ ഒരു പങ്ക് തൻ്റെ കൂട്ടത്തിലുള്ളവർക്കും തൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ താൻ പ്രവർത്തിക്കുന്ന സമൂഹത്തിനുമെല്ലാം കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഒരു പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടത്തി വിജയിപ്പിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് വരെ അദ്ദേഹം അതിനകത്ത് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് കൊണ്ട് ജേക്കബ് സാർ എന്ന് പറയുന്ന വ്യക്തി എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിന് ഭയങ്കരമായ ഒരു സഹായം ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. Sri C.V. Jacob was literally a man endowed with the Midas touch. C.V. ജേക്കബ് എന്ന് ഞാൻ വിളിക്കാറില്ല. അദ്ദേഹത്തെ ഞാൻ എപ്പോഴും വിളിക്കുന്നത് ചാക്കൂട്ടി ചേട്ടൻ എന്നായിരുന്നു. കാരണം അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയായിരുന്നു. എൻ്റെ ഒരു ഗൈഡ്, ഒരു ഫിലോസഫറോ അല്ലെങ്കിൽ ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളം പൊതുജന പങ്കാളിത്തത്തോടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി വിശ്വസനീയത വളരെ കുറവായിരുന്നു. ആരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ശ്രീ C.V. ജേക്കബ് ആണ് ആദ്യമായിട്ടൊരു ലെറ്റർ 1993 ഫെബ്രുവരി 22 എൻ്റെ ഓർമ്മ, ഒരു ലെറ്റർ എനിക്ക് എറണാകുളം ജില്ലാ കളക്ടർ എന്ന നിലയ്ക്ക് അയച്ചു തന്നു. ഞാനിതുമായിട്ട് സഹകരിക്കാം, ഇതൊരു പുതിയ ആശയമാണ്, ഇതൊരു നല്ല ആശയമാണ്, പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരാശയമാണെന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അങ്ങനെ 1993 ജൂണിൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൻ്റെ ഗവർണിംഗ് ബോഡി മെമ്പറായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആദ്യത്തെ സംഭാവന, ഏറ്റവും വലിയ സംഭാവനയായി 25 ലക്ഷം രൂപ അന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ സാറിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം 1994 മാർച്ചിൽ പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്തപ്പോഴും അദ്ദേഹം അതിൻ്റെ ആദ്യത്തെ ബോർഡ് മെമ്പറായിട്ട് വരികയുണ്ടായി. അതിനുശേഷം ഇതുവരെ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം കൊച്ചിൻ നാഷണൽ എയർപോർട്ടിൻ്റെ ബോർഡ് മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായൊരു അടുപ്പമായിരുന്നു ഞാൻ ചാക്കുട്ടി ചേട്ടനുമായിട്ട് പുലർത്തിയിരുന്നത്.
പലപ്പോഴും തളർന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു വലിയ സപ്പോർട്ടായിരുന്നു. 1994 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കരുണാൻ സാറുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഞാനിത് ഈ പ്രോജക്റ്റ് തന്നെ വിട്ടുപോകാനായിട്ട് എനിക്ക് തോന്നലുണ്ടായി. അദ്ദേഹം എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഓഫീസിൽ വന്ന് പറഞ്ഞു, ഭീരുക്കളാണ് ഇട്ടിട്ട് പോകുന്നത്, ധൈര്യമുള്ളവർ പിടിച്ചു നിൽക്കും. അത് തന്നെയാണ് സംഭവിച്ചത്. എപ്പോഴും അദ്ദേഹം എനിക്ക് ഒരു വലിയൊരു മാർഗദർശിയായിരുന്നു. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത എനിക്ക് പലതും പഠിപ്പിച്ചതും ചാക്കുട്ടിച്ചേട്ടനായിരുന്നു. ഒരു പക്ഷേ ഇന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും ലാഭകരമായിട്ട് വരാൻ കാരണം തന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആയിരുന്നു. അതിന് പ്രധാന കാരണം ചാക്കുട്ടിച്ചേട്ടൻ തന്നെയായിരുന്നു. പല ഇന്നൊവേറ്റീവായിട്ടുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു. ഒരു സാധാരണ ഒരു വലിയ കോൺട്രാക്ടർ എന്ന നിലയ്ക്കിന് അപ്പുറത്ത് എയർപോർട്ടും കോമൺ സെൻസും ഈ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും ചെയ്യാമെന്ന് അദ്ദേഹമാണ് എല്ലാവരെയും പഠിപ്പിച്ചത്. കേരളത്തിൻ്റെ വാണിജ്യ വ്യവസായ മേഖലയിലെ ഒരു കാരണവരും ഒരു മാർഗദർശിയെന്ന നിലയിലാണ് ഞാൻ ജേക്കബ് ഏട്ടനെ നോക്കിക്കണ്ടിരുന്നത്. അദ്ദേഹം ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ബിസിനസ്സിൽ വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ വളരെ കുറവാണ്. വ്യക്തിപരമായി ഏറെ അടുത്ത ബന്ധങ്ങളെപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു മാന്യദേഹമായിരുന്നു അദ്ദേഹം. എന്നെ സംബന്ധിച്ചിടത്തോളം സിയാൽ ബോർഡിൽ 20 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് ആ ബോർഡ് മെമ്പർമാരായിരുന്നു. അദ്ദേഹമാണ് ആദ്യം കാശ് ഇറക്കിയത്. അതിനുശേഷമാണ് ഞങ്ങളൊക്കെ ഇറക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസാണത്. വിമാനത്താവളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ അഗാധമായ അറിവ് ഞങ്ങളെപ്പോഴും ഉപയോഗപ്പെടുത്തുമായിരുന്നു. ഏത് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നപ്പോഴും മീറ്റിങ്ങിലിരിക്കുമ്പോൾ ഒക്കെ ജേക്കബ് ഏട്ടൻ്റെ അഭിപ്രായം മുഖ്യമന്ത്രിമാരും ആരായും ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം അദ്ദേഹത്തിന് അജണ്ട വായിക്കുകയും അതിൽ നല്ല നോളജോടുകൂടിയാണ് അദ്ദേഹം ഈ ബോർഡ് മീറ്റിങ്ങുകളിൽ അദ്ദേഹം വരാറുള്ളത്. അദ്ദേഹത്തിൻ്റെ പല അറിവുകളും ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്കൊരു സഹോദരനായിരുന്നു. സഹോദര തുല്യൻ എന്ന് പറയുന്നതിനേക്കാളും സഹോദരനായിരുന്നു അദ്ദേഹം. എപ്പോഴും എന്നോട് വലിയ സ്നേഹമാണ്. മിസ്റ്റർ വലിയ എപ്പോൾ വന്നു, എപ്പോൾ പോകുന്നു, എന്താണ് ഗൾഫ് മാർക്കറ്റ്, എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചറിയാറുണ്ട്. കേരളത്തിൻ്റെ തനത് ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ സിന്തൈറ്റ് എന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന അദ്ദേഹത്തിന് അതിനെപ്പറ്റി അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. ഒരു ഫുൾ സ്റ്റെപ്പ് കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അദ്ദേഹം നമ്മുടെ നാട്ടിലെ സംരംഭകർക്ക് തന്നെ ഒരു മാതൃകയാണ്, ഒരു പ്രചോദനമാണ്. കോലഞ്ചേരി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ CV ജേക്കബിൻ്റേത്. കോലഞ്ചേരിയിലെ ഒരു കോളേജ് ഉണ്ടാകണം എന്ന ആശയവും ആഗ്രഹവും ഉടലെടുത്ത നാൾ മുതൽ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തോടടുത്ത നാളുകൾ വരെ ആ കോളേജിൻ്റെ സർവ്വവിധമായ ഉയർച്ചയിലും വളർച്ചയിലും നിർണായകമായ സ്വാധീനവും പങ്കും വഹിച്ച വ്യക്തിത്വമായിരുന്നു ശ്രീ CV ജേക്കബ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം സെൻറ്റ് പീറ്റേഴ്സ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നതിന് എനിക്ക് മടിയില്ല. എല്ലാ അർത്ഥത്തിലും ഭൗതികമായും ബൗദ്ധികമായും വൈജ്ഞാനികമായും അക്കാദമികമായും കോളേജ് അതിൻ്റെ പാരമ്യത്തിൽ എത്തിയത് അദ്ദേഹം കോളേജ് ട്രസ്റ്റ് സെക്രട്ടറി എന്ന നിലയിൽ ചുമതല വഹിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളതിന് അനേകർ സാക്ഷികളായിട്ടുണ്ട്. My association with Jacob Sir began in 2005 when I joined as principal at St. Peter's Senior Secondary School, Kadairippa, an institution that he nurtured
through its unpredictable infancy to its current status as one of the best CBSE schools in the country. Jacob Sir presided over the PTA meetings and patiently listened to the issues raised by the parents and promptly acted on their suggestions. Whenever problems arose, he was there to tide them over. He was always impeccably dressed and punctual to the second. This really impressed the teachers and the students alike. Several generations of students are going to cherish the memory of C.V. Jacob Sir as one who always stayed positive, worked hard, and made things happen. We will cherish his memory too for as long as we live. രണ്ടായിരത്തി ഒന്നിലാണ് മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്ന് പെർമിഷൻ കിട്ടുന്നത്. പക്ഷേ അത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങുകൾ പണിയണം, ഫൈനാൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ മാനേജ്മെൻറ്റ് കുറച്ച് നാളായിട്ട് ഇത് ഉത്തരം കിട്ടാത്ത രീതിയിൽ, യെസ് ഓർ നോ പറയാൻ പറ്റാത്ത രീതിയിൽ അത് നീണ്ടുപോയി. അപ്പോൾ ഒരു ദിവസം ഞാൻ ചകുട്ടിച്ചായൻ്റെ വസതിയിൽ ചെന്ന് അദ്ദേഹത്തിനോട് വിവരങ്ങൾ മുഴുവൻ പറഞ്ഞു. ചകുട്ടിച്ചായൻ പറഞ്ഞു, ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ മുഴുവൻ ഞാൻ ഏറ്റെടുക്കാമെന്ന്. അദ്ദേഹം അവിടെ ഇരുന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ കണ്ടു കഴിഞ്ഞിട്ട് സിമെൻറ്റും കമ്പിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാൽക്കുലേറ്റർ വെച്ചിട്ടല്ല, അരയും മുക്കാലും ഇട്ട് കൈകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു മിനിറ്റിനകം സകലത്തിൻ്റെയും ഡീറ്റെയിൽസ് വരും. എനിക്ക് അത്ഭുതം തോന്നി. 100ാമത്തെ ദിവസം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കമ്മീഷൻ ചെയ്ത് 101ാമത്തെ ദിവസം കാതോലിക്ക ബാബ തന്നെ അത് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു. എ ബർത്ത് സർട്ടിഫിക്കറ്റ് ഷോസ് ദാറ്റ് യു ആർ ബോൺ and a death certificate shows that you are dead. But the achievement shows that you have lived a full life like a king. A big salute to Chakutichayan. May his soul rest in peace. As a person, I have been fortunate to interact with him a few times. I have come out wiser each time I have interacted with him. That's a kind of impact he has. Mr. C.V. Jacob has always stood up in the forefront for all the projects that has helped Kerala develop and move to the next, take the next leap of progress. തീർച്ചയായിട്ടും നാടിനും ദേശത്തിനും ഒരു വലിയ തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സംഭവിച്ചിരിക്കുന്നത്. CILനെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരൻ പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. Thank you, Mr. Jacob, for being part of our lives and leaving a lasting impact.